മഹാനായ നളർബിന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം, അവിടുന്ന് അവിടുത്തെ പിതാവിനെ തൊട്ട് നിവേദനം ചെയ്യുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അൻ യശ്ഫഅ ലി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എനിക്ക് ശുപാർശ ചെയ്യണം, ശഫാഅത്ത് ചെയ്യണം നബിയെ. വഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അന ഫാഇലുൻ, ഞാൻ ചെയ്യാമല്ലോ. ഉടനെ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഐന അത്ലുബുക്, ഞാൻ എവിടെയാണ് അങ്ങയെ തിരയേണ്ടത്, അന്വേഷിക്കേണ്ടത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉത്ലുബുനി അവല മാ തത്ലുബുനി അല സിറാത്ത്, ആദ്യം നീ എന്നെ അന്വേഷിക്കേണ്ടത് സിറാത്തിന്റെ അടുക്കലാണ്. ഖാല, മഹാനായ നളർബിന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സിറാത്തിൽ ഞാൻ അങ്ങയെ കണ്ടില്ലെങ്കിലോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ സിറാത്തിന്റെ അടുക്കൽ എന്നെ കണ്ടില്ലെങ്കിൽ മീസാന്റെ അടുക്കൽ അന്വേഷിക്ക്. ഫത്ലുബ്നി ഇൻദൽ മീസാൻ ഖുൽതു ഫഇല്ലം അൽഖക്, മീസാന്റെ അടുക്കലും അങ്ങയെ ഞാൻ കണ്ടില്ലെങ്കിലോ നബിയെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മീസാന്റെ അടുക്കൽ എന്നെ കണ്ടില്ലെങ്കിൽ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നീ എന്നെ അന്വേഷിക്ക്. ഫഇന്നി ലാ ഉഖ്തിഉ ഹാദിഹി സലാസൽ മവാത്തിൻ, ഈ മൂന്നാലൊരു സ്ഥലത്ത് ഞാൻ ഉണ്ടാവുള്ളൂ. മഖാം മഹ്മൂദിൽ, ഉന്നത പദവിയിൽ അവരോധിതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് വിശ്രമിക്കുകയില്ല. ഉമ്മത്തിലെ അവസാനത്തെ വ്യക്തിയെയും, ഹബീബായ തങ്ങളെ ഇഷ്ക് വെച്ച അവസാന വ്യക്തിയെയും, ഹബീബായ തങ്ങളെ മഹബത്ത് വെച്ച അവസാന വ്യക്തിയെയും സ്വർഗപ്രവേശനത്തിന് അവസരമൊരുക്കാൻ വേണ്ടി മീസാനിലും സിറാത്തിലും ഹൗദിലും മാറി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി പായുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ശഫാഅത്ത് നമുക്ക് അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.